കർത്താവ് നിങ്ങളോടുകൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. ഒരു സാബത്ത് ദിവസം യേശു വിളഞ്ഞു കിടക്കുന്ന ഒരു വയലിലൂടെ പോവുകയായിരുന്നു. പോകുമ്പോൾ ശിഷ്യന്മാർ കതിരുകൾ പറിക്കാൻ തുടങ്ങി. ഫരിസേയർ അവനോട് പറഞ്ഞു, സാബത്തിൽ നിഷിദ്ധമായത് അവർ ചെയ്യുന്നത് എന്തുകൊണ്ട്? അവൻ ചോദിച്ചു, ദാവീദും അനുചരന്മാരും കൈവശം ഒന്നുമില്ലാതെ വിശന്ന് വലഞ്ഞപ്പോൾ എന്തു ചെയ്തുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അബിയാഥർ പ്രധാന പുരോഹിതനായിരിക്കെ ദാവീദ് ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിക്കുകയും കൂടെയുണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ? അവൻ അവരോട് പറഞ്ഞു, സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിന് വേണ്ടിയല്ല. മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് തിരുസഭയിൽ വിശുദ്ധ ആഗ്നസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. കുഞ്ഞാടിനെ കയ്യിലേന്തിയ വിശുദ്ധ എന്നാണ് വിശുദ്ധ ആഗ്നസ് അറിയപ്പെടുക. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ വിശുദ്ധയുടെ പേരിൻ്റെ അർത്ഥം തന്നെ കുഞ്ഞാട് എന്നാണ്. ഈ ഒരു വിശുദ്ധയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത്, ഈശോയെ തൻ്റെ ജീവിതത്തിലെ മണവാളനായി സ്വീകരിച്ച് ഈശോയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച ഈ ഒരു വിശുദ്ധ തൻ്റെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി രക്തസാക്ഷിണിയായ വിശുദ്ധയാണ്. തൻ്റെ ജീവിതത്തിൽ താനെടുത്ത നിലപാടുകൾ, അതായത് ക്രിസ്തുവിനോട് ചേർന്നിരുന്നപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനായിട്ടും അതുപോലെ തന്നെ തൻ്റെ നിലപാടുകളിൽ ഒരു മാറ്റവും വരുത്താതെ ക്രിസ്തുവിന് വേണ്ടി മരണം വരിക്കുവാൻ പോലും തയ്യാറായ ഒരു വിശുദ്ധയുടെ തിരുനാളാണ് നമ്മളിന്ന് ആഘോഷിക്കുക. ഇന്ന് ഈ ഒരു തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാവുന്ന കാര്യം, ഈ ഒരു വിശുദ്ധയുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന അതേ വിശ്വാസ തീക്ഷ്ണത അത് നമ്മുടെ ജീവിതത്തിൽ നിറയുവാനായിട്ട് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ജീവിതം മാറ്റിവെക്കുവാനും ക്രിസ്തുവിനെ കൂടാതെയുള്ള ഒരു ജീവിതമല്ല നമ്മുടേത്. ഓരോ ക്രിസ്ത്യാനിയുടെ ജീവിതവും ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതമാണെന്നുള്ള തിരിച്ചറിവിൽ ജീവിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം ഈ തിരുനാളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ ഉറച്ച നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന ഈശോയെ നമുക്ക് കാണാൻ പറ്റും. തൻ്റെ പരസ്യ ജീവിതകാലത്ത് ഒത്തിരിയേറെ അസ്വസ്ഥതകളും അതുപോലെ പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴും താൻ വിശ്വസിച്ചിരുന്നതും തനിക്ക് ലഭിച്ചിരിക്കുന്ന ആ വലിയ ദൗത്യത്തിൽ നിന്നും മാറിപ്പോകാതെ കൃത്യമായ നിലപാടുകളോടെ മുന്നോട്ട് പോകുന്ന ഈശോയെ കാണാൻ പറ്റും. നമ്മൾ പലപ്പോഴും പുൽക്കൂടൊക്കെ കാണുന്ന സമയത്ത് മാലാഖമാരും സ്വർഗീയ വൃന്ദങ്ങളുമൊക്കെ എപ്പോഴും അവിടെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ പരസ്യ ജീവിതകാലത്ത് ഒരു സാധാരണക്കാരനായി ജീവിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നു. വിശന്ന് കഴിഞ്ഞപ്പോൾ കതിരുകൾ പറിച്ച് തിന്നുന്ന ആ ഒരു ഈശോയെ, ശിഷ്യന്മാരെയും നമുക്ക് സുവിശേഷത്തിൽ കാണാൻ പറ്റും. കാരണം അത്രമാത്രം കഠിനമായ ദാരിദ്ര്യത്തിലും വിശപ്പിലും വേദനയും നൊമ്പരവും എല്ലാം ഒരുപോലെ മനസ്സിലാക്കിയ ഈശോയെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അത്രമാത്രം വിശാല മനസ്കതയോടുകൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് ഈശോ വീട്ടിലുണ്ടായിരുന്ന സമയമെന്നാണ് പറഞ്ഞത്. ഈശോ വീട്ടിലുണ്ടായിരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈശോയുടെ വീട്ടിൽ തന്നെയായിരുന്നു. അവിടെ തൻ്റെ വീടിൻ്റെ മേൽക്കൂര പൊളിക്കുവാൻ പോലും ഈശോ അനുവദിച്ചു. സാധാരണക്കാരായി വിശപ്പും വേദനയും നൊമ്പരവും സഹനങ്ങളും എല്ലാം ഒരുപോലെ അനുഭവിച്ചറിഞ്ഞ ഈശോയും ശിഷ്യന്മാർ. പക്ഷേ അവിടെ ഇത്രമാത്രം നൊമ്പരങ്ങളും വേദനകളും ഒക്കെ ഉണ്ടെങ്കിലും താൻ വിശ്വസിക്കുന്നതിൻ്റെ നിലപാടുകളിൽ നിന്ന് ഒരു മാറ്റവും വരുത്താൻ താല്പര്യപ്പെടാത്ത ക്രിസ്തുവിനെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, മനുഷ്യൻ സാബത്തിന് വേണ്ടി ജീവിക്കേണ്ടവനല്ല, മറിച്ച് സാബത്ത് മനുഷ്യന് വേണ്ടി ദൈവം നൽകിയ കാര്യമാണ്. ഒരു വലിയ ബോധ്യം അത് ഈശോ തന്നെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ ഭക്താനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എല്ലാം ഉണ്ട്. അതിൽ നിന്നൊക്കെ ഒരു അണുവിട പോലും മാറാനായിട്ട് നമ്മൾ ആഗ്രഹിക്കാത്ത ആൾക്കാരാണ്.
ചില പാരമ്പര്യങ്ങളൊക്കെ അത് കൃത്യമായിട്ടും നമ്മൾ പാലിക്കണമെന്നൊക്കെ നമ്മൾ ശാഠ്യം പിടിക്കും. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് അതിലൂടെയൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മനുഷ്യത്വം നമ്മൾ കാത്തു സൂക്ഷിക്കാറുണ്ട്. പലപ്പോഴും കരുണ കാണിക്കാനായിട്ട് അല്ലെങ്കിൽ സ്നേഹത്തോടെ പെരുമാറാൻ അതിനേക്കാളും ഉപരിയായി ആചാരാനുഷ്ഠാനങ്ങളും അതിൻ്റെ പൂർത്തീകരണവും ഒക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ വചനത്തിലൂടെ ഈശോ നമ്മോട് പറയുന്ന കാര്യം സാബത്തിലൂടെ നമ്മൾ ദൈവത്തെ സേവിക്കുക, അതായത് നമ്മുടെ മനുഷ്യത്വം അടിയറവ് വെക്കുക അല്ല എന്ന്. ഒരിക്കലും ഈശോ നമ്മുടെ മനുഷ്യത്വം അടിയറവ് വെക്കാനായിട്ടല്ല ഈശോ പഠിപ്പിക്കുക. ഈശോ പഠിപ്പിക്കുന്നത് ഒരു നല്ല മനുഷ്യനായി നിനക്ക് എപ്രകാരം ജീവിക്കാൻ പറ്റും, നിന്റെ ജീവിതത്തിൻ്റെ ഉള്ളിലെ ആ ഒരു ദൈവികത പൂർണ്ണമായി മനസ്സിലാക്കി ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. നമ്മളൊക്കെ പറയാറുള്ള കാര്യമാണ്, ആർക്കെങ്കിലും ഒരു നല്ല ഉപകാരമോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളിലൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുള്ള കാര്യമാണ്, അത് പോകുന്നൊരു മനുഷ്യത്വമുള്ളൊരു മനുഷ്യനാണ്, അവൻ മനുഷ്യത്വം ഉള്ളത് കൊണ്ടാണ് അവൻ സഹായിച്ചത് അല്ലേ. നമ്മുടെയൊക്കെ ഉള്ളിൽ അതുപോലെ ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആ ദൈവിക ചൈതന്യം അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമാണ് നല്ല മനുഷ്യരായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവം നമ്മളെ മനുഷ്യരായി സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടിയുടെ മകുടമായിട്ടാണ് സൃഷ്ടിച്ചേക്കുന്നത്. എല്ലാ വസ്തുക്കളെക്കാളും എല്ലാ ജീവജാലങ്ങളെക്കാളും ശ്രേഷ്ഠമായ ഒരു കാര്യം നൽകിയാണ് നമുക്ക് ജീവൻ നൽകിയത്. അപ്പോൾ അത് നല്ല മനുഷ്യരാകാൻ വേണ്ടിയുള്ള വിളിയാണ്. അത് നമ്മുടെ ഉള്ളിലെ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ദൈവിക ചൈതന്യം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചുകൊണ്ടാണ് ദൈവം ഇപ്രകാരം നമ്മളെ സൃഷ്ടിച്ചത്. അപ്പോൾ ആ ഒരു ദൈവിക ചൈതന്യം എന്തുമാത്രം നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നോ അത്രമാത്രം നല്ല മനുഷ്യരായിട്ട് നമ്മൾ മാറും. ദൈവിക ചൈതന്യമായ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിറയാൻ തുടങ്ങുമ്പോൾ നമ്മൾ നല്ല മനുഷ്യരായിട്ട് മാറും. ആളുകൾ നമ്മളെ നോക്കിയിട്ട് പറയും, ഇതാ മനുഷ്യത്വമുള്ളൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ഇതാ ഒരു നല്ല മനുഷ്യനാണ്, അവനോട് കൂട്ടുചേരാൻ പറ്റും. അപ്രകാരമൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ മാറണമെന്നുണ്ടെങ്കിൽ നമ്മളും ക്രിസ്തുവിനെ പോലെ ഉറച്ച നിലപാടുകളുള്ള വ്യക്തികളായിട്ട് മാറണം. വിശുദ്ധ ആഗ്നസിൻ്റെ ജീവിതത്തിൽ അവളെടുത്ത തീരുമാനമുണ്ട്, എൻ്റെ ജീവിത വിശുദ്ധി ഒരു കാരണവശാലും അത് നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ മനസ്താപപ്രകരണമൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറാണ്, ഇനിയൊരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനാണ് എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ ആഴവും പരപ്പും ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ ജീവിക്കാനായിട്ട് പരിശ്രമിക്കും. അതുപോലെ ജീവിക്കുവാനായിട്ട് ഒരു തീരുമാനമെടുത്ത് അപ്രകാരം ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും സമൂഹത്തിലും സഭയിലുമൊക്കെ ഒത്തിരിയേറെ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കും. ഇന്ന് എല്ലാവരിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഞാൻ പരിശ്രമിക്കാറുണ്ട്. അപ്രകാരം ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലെ ദൈവിക ഇടപെടലുകൾ കാണുവാൻ സാധിക്കും. ദൈവം നൽകുന്ന വലിയ ബോധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ആഴത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ കൃപാവരങ്ങൾ നൽകി വിശ്വാസ തീക്ഷ്ണതയിൽ വളരുവാനും ആഴമായ ബോധ്യങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ നല്ല മനുഷ്യരാക്കി മാറ്റുവാനായിട്ടുള്ള കൃപ തരണമേ എന്ന് ഈ പരിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.